നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ആഴ്ചയിൽ പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ പി ഗോപിനാഥൻ നായരാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ, അതിൻ്റെ അർത്ഥത്തെ എങ്ങനെ കാണുന്നു? സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥത്തെ ഈ രാജ്യത്തിലെ ജനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കുറച്ചൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ ആഴത്തിൽ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ഇവരെ ശരിയായിട്ട് ബോധവാന്മാരാക്കിയിട്ട് ഈ രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി അതുപോലെ തന്നെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഒരു പരീക്ഷണം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ വിജയിക്കുന്നു, കാലത്തിൻ്റെ ഗതിയിൽ ചിലതൊക്കെ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ പരിപാടി കണ്ടിരിക്കുന്നതിൽ ഒരു 98% പേരും സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരായിരിക്കും. അവർക്കൊരു അർത്ഥം, സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ വിവക്ഷകൾ പറഞ്ഞു കൊടുക്കാൻ ഉള്ള അധികാരമുള്ള ഒരു തലമുറയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് താങ്കളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നായർജിക്ക് 95 വയസ്സായി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പ്രവർത്തിച്ചു, ടാഗോറിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചു. അങ്ങനെ നീണ്ടകാലത്തെ അനുഭവമുണ്ട്. നമുക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, താങ്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താം എന്ന് കരുതുന്നു. എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിയത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ എല്ലാ നേതാക്കന്മാരെയും സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് രംഗത്ത് നിന്ന് മാറ്റി. അപ്പോൾ തിരുവനന്തപുരത്തും ആളില്ലാതായി. പെട്ടെന്നുള്ള മുതലുള്ള എല്ലാ ആളുകളും ഇരുമ്പഴിക്ക് അകത്തായി. അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഒരു കോൺഗ്രസ് അവരാലോചിച്ചു, നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിലെ പോർട്ടിക്കോയിൽ ഞങ്ങൾ ഒരു സമരം തുടങ്ങി, ഉപവാസ സമരം. കുമാരനാശാൻ, അദ്ദേഹത്തിൻ്റെ മകൻ പ്രഭാകരൻ, ഒരു പ്രൊഫസറുടെ മകൻ വാസുദേവൻ നായർ, ഇങ്ങനെയുള്ള 2-3 പേരെയാണ് അവിടെ ഒരു ഉപവാസത്തിന് കിടത്തിയിരുന്നതിൻ്റെ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിട്ട് ഞാനും പ്രവർത്തിച്ചിരുന്നു. അന്ന് സർ സി പി രാമസ്വാമിയുടെ ഭരണം. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ഉപദേശിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു സമരം. ഉച്ചയായപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളൊക്കെ ഏതാണ്ട് പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നു. നമ്മുടെ അടുക്ക വന്നിരുന്ന്, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ നിങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാരോടല്ലേ, ഇവിടെ നമ്മുടെ മഹാരാജാവല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ട് എന്തിനാണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മഹാരാജാവിനോട് ഞങ്ങൾക്ക് ബഹുമാനം, പക്ഷേ അദ്ദേഹവും ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് സമരം. അദ്ദേഹം കുറേ കഴിഞ്ഞ് പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞൊരു വാഹനം വന്ന് ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ അന്ന് തന്നെ അദ്ദേഹം ഒരു ഓർഡർ ഇറക്കി, തിരുവിതാംകൂറിലുള്ള എല്ലാ കോളേജുകളും 15 ദിവസത്തേക്ക് അടയ്ക്കാൻ. അങ്ങനെ കോളേജ് അടച്ചതുകൊണ്ട് പിന്നെ സമരം അപ്പോൾ ഇവിടെ നിന്നു. അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിൽ ശിക്ഷ കിട്ടിയോ? എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു? അന്ന് തന്നെ വിട്ടു. അദ്ദേഹത്തിന് ഒരാളെയും ജയിലിലിടുന്നത് ശരിയല്ലെന്ന് തോന്നി. വിദ്യാർത്ഥികളെ ഇളക്കി വിടാൻ പാടില്ല, അതുകൊണ്ട് എല്ലാ കോളേജുകളും അടയ്ക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ പ്രതികരണം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അങ്ങ് എവിടെയായിരുന്നു? ആ ദിവസം ശാന്തിനികേതനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം വന്നത്. അപ്പോൾ എന്തു ചെയ്യണം? അപ്പോൾ ടാഗോറിൻ്റെ ആ സ്ഥാപനത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും പ്രൊഫസർമാരും അവിടെ താമസിച്ചിരുന്ന വലിയ വലിയ ആളുകളും എല്ലാം ചേർന്ന് അവിടെ തന്നെ ഒരു സ്വാതന്ത്ര്യ ആഘോഷം നടത്താൻ നിശ്ചയിച്ചു. അപ്പോൾ അതിന് ഗാന്ധിജിയുടെ ഈ രഘുപതി രാഘവ രാജാറാം എന്നുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ടാഗോറിൻ്റെ മകൻ രതീന്ദ്രനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള വലിയ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ചുറ്റുമുള്ള എല്ലാ ആളുകളും കൂടെ ചേർന്ന് ഒരു യാത്രയായിട്ട് അവിടെയുള്ള ആ സ്ഥാപനത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പാടിക്കൊണ്ട് ചെന്ന്
അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ മഹത്തായ ടാഗോറിൻ്റെ സംഗീതവും കൂടെ പാടിക്കൊണ്ടാണ് അവിടെ പോയത്. ഹേ ചിരസാരഥി തവരഥചക്രേ മുഖരിത പഥദിനരാത്രി എന്ന് പറയുന്നൊരു ഗാനം ടാഗോറിൻ്റെ, അതും പാടി അതുപോലുള്ള മനോഹരമായ ഗാനങ്ങളും പാടിക്കൊണ്ട് ഉച്ചവരെ അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ചുറ്റി നടന്ന് അവിടെ ഈ ഫ്ലാഗൊക്കെ രാവിലെ തന്നെ അത് ഹോയിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പോയത്. അങ്ങനെ അവിടെയുള്ള ആഘോഷം അതിഗംഭീരമായിട്ടും വളരെ ഹൃദയാവർജകമായും നടത്തി. അങ്ങനെയാണ് അവിടെ പങ്കെടുത്തത്. എന്നാണ് ഗാന്ധിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നത്? എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? ഇതൊക്കെ കഴിഞ്ഞ് കൽക്കട്ടയിൽ തന്നെ ഹിന്ദു മുസ്ലിം ലഹള നടന്നുകൊണ്ടിരുന്നപ്പോൾ ശാന്തിനികേതനത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഗാന്ധിജിയോട് വന്നതും ഈ ലഹള ശമിപ്പിക്കാനായിട്ട് അദ്ദേഹം കാര്യമായി പ്രവർത്തിച്ചതും ഒരു വലിയ ഉപവാസം നടത്തിയതുമെല്ലാം ചരിത്രത്തിലെ വലിയ സംഭവങ്ങളാണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു, നിങ്ങൾ ഇനി ഹിന്ദുവല്ല, നിങ്ങൾ മുസ്ലിമുമല്ല, നിങ്ങൾ മനുഷ്യൻ, ഓരോരുത്തരും ഓരോ ഭാരതീയനും മനുഷ്യനാണ് ഞാനെന്നുള്ള വിചാരത്തോടു കൂടി മതാതീതമായ ഈശ്വരശക്തിയെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ ഈ രാജ്യം സ്വർഗമാകും. ഈ ജോലി നിങ്ങൾ ചെയ്യണം. പഠിക്കുന്നതല്ല ഇപ്പോഴത്തെ കാര്യം, ആളുകളെ ബോധവൽക്കരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ തുടർന്ന് അവിടെ പഠിക്കുന്നതിനുള്ള വൈഷമ്യം മനസ്സിൽ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഗാന്ധിജി പറയുന്ന ഈ പരിപാടികൾ നടത്തുന്ന ഒരു ജോലിയിലാണ് ഏർപ്പെട്ടത്. നല്ല ഒരു പ്രവർത്തകനാണെന്ന് കണ്ടിട്ട് 5 കൊല്ലം വരുമ്പോൾ ഗാന്ധിയുടെ ആശ്രമം അവിടെ പുതിയ പ്രസിഡൻറ്റിനെ വയ്ക്കും. അത് എല്ലാ ഗാന്ധിയൻ സംഘടനകളും കൂടെ ചേർന്ന് നിശ്ചയിക്കണം ആര് വേണം. അങ്ങനെ ബോംബെയിൽ വെച്ച് നടത്തിയ വലിയ സമ്മേളനത്തിൽ 5000 പ്രതിനിധികൾ കൂടിയ യോഗത്തിൽ വെച്ച് എൻ്റെ പേരും കൂടെ വന്നു. വേറെ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മത്സരമൊന്നുമില്ല. ആരുടെ എല്ലാം പേര് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി പഴയ പ്രസിഡൻ്റന്മാരും എല്ലാം കൂടെ കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ നമ്മൾ ആവണം എന്ന് നിശ്ചയിക്കണം. അപ്പോൾ എല്ലാവരും വീണ്ടും ഞാൻ തന്നെ ആകണമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 5 കൊല്ലത്തേക്ക് വെച്ചു. സേവാഗ്രാമായിരുന്നു. സേവാഗ്രാം ആശ്രമം. 5 കൊല്ലത്തെ അവിടുത്തെ അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് പറയാനൊരു ഇപ്പം നമ്മൾ പഴയ ഇതൊക്കെ വായിക്കുമ്പോൾ നൈമിഷാരണ്യം എന്ന് പറയുന്നൊരു വലിയ ആശ്രമത്തെക്കുറിച്ച് ഭാഗവതത്തിലൊക്കെ പറയും. 10,000 ഋഷിമാർ താമസിച്ചിരുന്ന നൈമിഷാരണ്യം പോലെ ഗാന്ധിയുടെ ആശ്രമമെന്ന് പറഞ്ഞാൽ അതിന് അത്രയ്ക്കുള്ളൊരു പാവനമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഗാന്ധിക്ക് ആശ്രമം അദ്ദേഹം സബർമതിയിൽ നിന്ന് ഇവിടത്തേക്ക് മാറി ഒരു ആശ്രമം ഉണ്ടാക്കിയതാണ് ഈ സേവാഗ്രാം. അപ്പോൾ നെഹ്റു ഗാന്ധിജിക്ക് ഒരു സേവാഗ്രാമിൽ ആശ്രമം ഉണ്ടാക്കി കൊടുക്കാൻ 2 എഞ്ചിനീയർമാരെയൊക്കെ അയച്ചു. അവർ വന്ന് ഗാന്ധിയോട് ചോദിച്ചു എങ്ങനെയുള്ള ആശ്രമം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടുത്ത ഗ്രാമത്തിൽ പോയി നോക്കണം, അവിടെയുള്ള ആളുകൾ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും മനോഹരമായി സുന്ദരമായിട്ടുള്ള ഒരു സമ്പ്രദായത്തിൽ എനിക്ക് ഇവിടെ ഒരു ആശ്രമം ഉണ്ടാക്കാം. ഈ എഞ്ചിനീയർമാർ പോയി 2 ഗ്രാമങ്ങളിൽ 10-60 കുടുംബങ്ങൾ താമസിക്കുന്ന ഒക്കെ കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയൊക്കെ കുടിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഇന്ത്യയിൽ നമ്മുടെ സഹോദരന്മാർ കുടിലിലാണ് താമസിക്കുന്നതെങ്കിൽ എനിക്കും കുടിലിൽ താമസിച്ചാൽ പോരെ, അതുകൊണ്ട് ഞാൻ കുടിലിൽ താമസിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു ചെറിയ കുടിലിവിടെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അവർക്ക് ഉണ്ടാക്കേണ്ടി വന്നു. ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ ഒരു വിശേഷതം ഈ ഭക്ഷണം എങ്ങനെ ലഘുവായിരിക്കുന്നു അതുപോലെ തന്നെ ഈ ശരീരത്തിനെ ശരിപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കണം. രാവിലെ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് നല്ലൊരു അധ്വാനം ഉണ്ടാവും. അധ്വാനം ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ചട്ടം. ആ അധ്വാനം ചെയ്യുന്ന ആളുകൾ ഈ മാതിരിയുള്ള ശുദ്ധമായ ഭക്ഷണവും കഴിച്ചാൽ ഈ ഒരു ആശുപത്രിയുടെ ആവശ്യം വരില്ല, ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ
ആശുപത്രി, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മരുന്ന് ശാലകൾ, ഇതാണ് ഏറ്റവും വലിയ വ്യാപാരം ഇപ്പോൾ നടത്തുന്നത്. എത്ര ചൂഷണമാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ വളരെ ലളിതം എന്ന് പറയുന്നതുകൊണ്ട് ലളിതം മാത്രമല്ല, ശാസ്ത്രീയമായ ഭക്ഷണം, ശരീരത്തിന് ആവശ്യമായ എല്ലാം ഉൾപ്പെടുന്ന ഭക്ഷണം, അത് മിതമായ ഭക്ഷണം, അങ്ങനെയൊക്കെയാണ് ആ ആശ്രമത്തിൽ വളർന്നത്. നീണ്ടകാലത്ത് ഗാന്ധിയൻ പ്രവർത്തനത്തിനിടയിൽ പലതരത്തിലുള്ള സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പഞ്ചാബിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ പോയി പ്രവർത്തിക്കാൻ ഇടവന്നു. ആ പഞ്ചാബ് ഓർമ്മകൾ എന്തൊക്കെയാണ്? പഞ്ചാബിൽ ഭിന്ദ്രൻവാല എന്ന് പറഞ്ഞൊരു വലിയ സിഖ് നേതാവുണ്ടായി. ആ സിഖ് നേതാവിന് ഈ ഡൽഹിയിലുള്ള ഭരണവും ഹിന്ദു ഭരണവും ഇതിനോടൊക്കെ ഒരു വെല്ലുവിളിക്കാനുള്ളൊരു പ്രത്യേകമായ ഒരു വിചാരം ഉണ്ടായി തുടങ്ങി. പഞ്ചാബിൽ പല ഹിന്ദുക്കൾക്കും അങ്ങനെ വന്നു. അതൊക്കെ സാമ്പത്തികമായ കാര്യങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങളും കൊണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഭിന്ദ്രന്മാർ ഒരു നല്ല സംഘവുമായി നടന്ന് വാഹനങ്ങൾ പോകുമ്പോൾ എതിരെ വരുന്ന വാഹനക്കാരനെ കൊല്ലുക, എവിടെയെല്ലാം ഓടിച്ചെന്ന് ദിവസവും സിഖുകാരെ, ഹിന്ദുക്കളെ എങ്ങനെയെല്ലാം കൊല്ലാമോ അങ്ങനെ കൊല്ലുന്ന ഒരു പ്രസ്ഥാനം പ്രത്യേകമായി സംഘടിപ്പിക്കും. ഇതിനുള്ള ആളുകളെയെല്ലാം അവിടെയുള്ള ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന അവരുടെ വലിയ സ്ഥാപനത്തിനകത്താണ് അവർ പരിശീലനം കൊടുത്തുകൊണ്ട്. ഈ ഭേദമുണ്ടാക്കി രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഇതിനെ നമ്മളെങ്ങനെ നേരിടും എന്നുള്ള ഒരു വൈഷമ്യത്തിലിരിക്കുമ്പോൾ ഇവരുടെ അക്രമം വർദ്ധിച്ച് വന്ന് എല്ലാം ഗോൾഡൻ ടെമ്പിളിനകത്ത് ഈ ആളുകളെ ശേഖരിച്ചു വച്ചിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ധൈര്യമായിട്ട് പട്ടാളത്തിനെ അയച്ചു. പട്ടാളം അതിനകത്ത് കയറി ഈ വെടിവെക്കുകയും ചിലരൊക്കെ മരിക്കുകയും എല്ലാവരും ഓടിപ്പോകേണ്ടി വരികയും ചെയ്തു. അതവർക്ക് കുറച്ചുകൂടി ഒരു വൈഷമ്യം ഉണ്ടാക്കി. എങ്കിലും ഇത് കെട്ടടങ്ങാനുള്ള ഒരു ഒന്നാമത്തെ പ്രയോഗമായിരുന്നു അത്. ഭിന്ദ്രന്മാരെ ചെയ്യുന്നത് ശരിയല്ലെന്നുള്ളതാണ് 90% സിഖുകാരുടെയും വിചാരം. പക്ഷെ അവർക്ക് മിണ്ടാൻ വയ്യ, മിണ്ടിയാൽ അവരെ കൊല്ലും എന്നുള്ളത് കൊണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് ആലോചിച്ചു. നമ്മൾ ഒരു 10-50 ആളുകൾ സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല ഈ പ്രവർത്തനത്തിന് സാധ്യതയുള്ള ആളുകൾ, നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അവിടെ പോയി 2 മാസം അവിടെ ചുറ്റി ഈ 90% അനുകൂലരായിരിക്കുന്ന സിഖുകാരെ ഒന്ന് സംഘടിപ്പിച്ച് അവരുടെ ശക്തിയെ ഒന്ന് ഉണർത്തി മറ്റ് ശക്തിക്കെതിരായിട്ടൊരു വലിയ പ്രസ്ഥാനമുണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് തുടങ്ങിയത്. കിഴക്കൻ ബംഗാളിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ നിന്ന് അഭയാർത്ഥികളൊക്കെ, പിന്നീട് ബംഗ്ലാദേശായി മാറി അവിടെ നിന്ന് അഭയാർത്ഥികളൊക്കെ ഇന്ത്യയിലേക്ക് വന്ന കാലത്ത് അവർക്ക് വേണ്ട പ്രവർത്തനങ്ങളിലും അങ്ങ് വ്യാപൃതനായിരുന്നു. ആ കാലത്തെക്കുറിച്ച് എന്താണ് ഓർമ്മ? എനിക്ക് ഈ ബംഗാളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ശാന്തിനികേതനത്തിൽ പഠിച്ചത് കൊണ്ടും ആ പഠിക്കുന്ന കാലത്ത് ബംഗാളിൽ പല ഭാഗത്തും പോയിരുന്നത് കൊണ്ടും ബംഗാളി ഭാഷ കുറച്ചറിയാമായിരുന്നത് കൊണ്ടും ഒക്കെ ബംഗാളിനോട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ബംഗാളിനെ 2ആയിട്ട് മുറിക്കുന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമായി എനിക്കും തോന്നി. അപ്പോൾ അവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പോകുന്നത്. ഒരു 10-75 ലക്ഷം ആളുകളാണ് ബംഗ്ലാദേശിൽ നിന്ന് അവിടുന്ന് ഓടിപ്പോയത്. ഞങ്ങൾ അപ്പോൾ ഈ ഗാന്ധിയൻ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഏതെങ്കിലും 1-2 ക്യാമ്പുകളുടെ ചുമതല എടുക്കണം എന്ന് പറഞ്ഞു. ഒരു 4-5 ലക്ഷം ആളുകൾ താമസിക്കുന്ന ക്യാമ്പിൻ്റെ ചുമതല ഞങ്ങൾ ഗാന്ധിയന്മാർ പോയി അത് എടുത്തു. ഇന്ത്യ വളരെ ഉണർന്ന് തന്നെ ഈ സഹായം ചെയ്തു. എല്ലാ ഈ വസ്ത്രമുണ്ടാക്കുന്ന വലിയ മില്ലുകൾ എത്രയോ ടൺ കണക്കിന് വസ്ത്രങ്ങൾ അയച്ചു തന്നു ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ. സാരിയും മറ്റതും വസ്ത്രവും ഇഷ്ടം പോലെ അതെല്ലാം കൊടുത്തു. അതുപോലെ മരുന്ന് കമ്പനിക്കാൾ എന്തെല്ലാം മരുന്ന് തരാമോ അതൊക്കെ തന്നു. പക്ഷെ ഇത് കൊടുക്കാൻ ആൾ വേണം. വന്ന് അവർ ഉടുതുണി പോലും എടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന അനവധി കുടുംബക്കാർ. അപ്പോൾ രോഗികൾ ധാരാളമുണ്ട്. ഇവരുടെ എല്ലാം സേവനം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്ന നല്ല ഡാക്ക കോളേജിലെ നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ സംഘടിപ്പിച്ചു. അവരുടെ സഹായത്തോടു കൂടി 10-200-300 ഡാക്ക വിദ്യാർത്ഥികളുടെയും സഹായത്തോടു കൂടി ആ ക്യാമ്പുകളുടെ
ആ ജീവിതത്തിന് കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി, സമയത്തിന് ആഹാരം എത്തിക്കാൻ വേണ്ടി, മരുന്നുകൾ എത്തിക്കാൻ, വസ്ത്രം എത്തിക്കാൻ വേണ്ടിയുള്ള അതിവിപുലമായ ഒരു പരിപാടി 3 മാസം അവിടെ, 2 മാസത്തേക്കാണ് പോയതെങ്കിലും 3 മാസം വേറെ ആളുകൾ വരുന്നത് വരെ നമ്മളവിടെ നടത്തിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത് ഒരു വളരെ വളരെ എന്താണ് പറയാൻ കഴിയാത്ത വണ്ണമുള്ളൊരു സംതൃപ്തിയും ആനന്ദവും നമുക്ക് നൽകി. ഇതാണ് പറയാനുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധി തന്നെ നേരിട്ട് പറയുന്ന വാക്കുകൾ അങ്ങ് കേട്ടിട്ടുണ്ട്. ഇനി ഇന്ത്യക്കാരെ ഉള്ളൂ, നമ്മൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നിങ്ങനെ വേർതിരിഞ്ഞല്ല നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം, കലാപം ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ശാന്തി ദൗത്യങ്ങൾ നടത്തി, നമ്മുടെ 2ാം മാറാട് കലാപവേളയിൽ അടക്കം. അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉള്ള അങ്ങ് ഇപ്പോൾ ഇന്ത്യയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്ത്യയിൽ പുതിയ തരത്തിലുള്ള വിഭജനങ്ങൾ, പുതിയ തരത്തിലുള്ള വേർതിരിവുകൾ ഉയർന്നു വരികയല്ലേ? ആളുകൾ തമ്മിൽ പരസ്പരം അസഹിഷ്ണുതയോടെ ഇടപെടുന്ന സന്ദർഭങ്ങളില്ലേ? ഭീകരത പോലെ ഒക്കെ ആളുകളെ നോയിപ്പിക്കുന്ന പ്രവണതകൾ ഉയർന്നു വരികയല്ലേ? ഈ ഇന്ത്യയെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇത് ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് പോലും ഗാന്ധിജി പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ ഇന്ത്യ മുന്നോട്ട് വന്നില്ല. കുറേ നേതാക്കന്മാർക്ക് കുറേയൊക്കെ കാര്യം മനസ്സിലായിരുന്നു എങ്കിലും അവരും ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലുള്ള അധികാരത്തിൻ്റെ കാര്യത്തിൽ കുറേ ശ്രദ്ധ പ്രത്യേകം വച്ചിരുന്നു. സേവനബുദ്ധിയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗാന്ധിജി പറഞ്ഞത് കുറച്ച് സേവനം, കുറച്ച് പുതിയ ഡെവലപ്മെൻറ്റ്, ഇതല്ല, ഒരു പുതിയ സമൂഹം ഉണ്ടാവണം, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ സമൂഹം. ഇതാണ് ഗാന്ധിയുടെ ലക്ഷ്യമായിരുന്നത്. അത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഗാന്ധിയന്മാരെന്ന് പറയുന്നവർ കുറേയൊക്കെ അത് മനസ്സിലാക്കി. എത്ര കൂടുതൽ മനസ്സിലാക്കിയോ അത് അപ്പോൾ അവർ പറയുന്നത്, ഈ ഗാന്ധി എന്ന് പറയുന്നത് ഒരാളല്ല, ഭാരതീയ സംസ്കാരത്തിൻ്റെ എല്ലാം തന്നെ അതെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ധാർമ്മിക ശക്തിയായിട്ട് വന്നിരിക്കുന്നതാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ആ ധാർമ്മിക ശക്തിയുടെ അർത്ഥം മനസ്സിലാക്കി അത് പ്രയോഗിക്കണമെങ്കിൽ നമ്മളും ആ ധർമ്മശക്തിയുടെ ആ ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും അന്തരാത്മാവിനെയും വളർത്തിയെടുക്കാതെ ഒരാളിന് ശക്തി ലഭിക്കുകയില്ല. ഗാന്ധിയുടെ ശക്തി എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം അന്തരാത്മാവിൻ്റെ ശക്തിയാണ്. ഇതാണ് ലോകത്ത് ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയെ വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഭരണം നടത്തുന്ന രംഗത്തൊക്കെ വന്നത്. മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഗാന്ധിയനല്ല. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മതി, അങ്ങനെ മതി, കുറച്ച് വികാസം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് തൽക്കാലത്തേക്കുള്ളൊരു ഏർപ്പാടാണ്. എന്നിരിക്കുന്ന വ്യവസ്ഥ ഗാന്ധിജി അഹിംസ എന്ന് പറയും, ഹിംസാത്മകമായ വ്യവസ്ഥിതിയാണ് എന്നുള്ളത്. അധികാരമെന്ന് പറയുന്നതിലേക്ക് വേണ്ടിയാണ് കക്ഷി രാഷ്ട്രീയം. ഇന്നത്തെ രാഷ്ട്രീയം എല്ലാം തന്നെ കുറേ സേവനമുണ്ടെങ്കിലും എനിക്കധികാരം വേണമെന്നുള്ള ഉള്ളിലുള്ള വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. അവർ തമ്മിലുള്ള ഭിന്നത വന്നാൽ പല ഗ്രൂപ്പാകുന്നു. അവർ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശേഷതകളുണ്ട്. സ്നേഹ സമൂഹമുണ്ടാവണം. ആ സ്നേഹ സമൂഹം നിലനിർത്താൻ വേണ്ടി ഈ അധികാരം വേണ്ട. ഒരു പാർലമെൻറ്റും നടക്കുന്നില്ല ഇപ്പോൾ. വരുന്നു, പിരിയുന്നു. അസംബ്ലി നടക്കുന്നില്ല, അവരവരുടെ കാര്യം പറയുന്നു, പിരിയുന്നു. അങ്ങനെ ഇതെല്ലാം ശക്തിഹീനമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ടൊരു പുതിയ സംവിധാനം വരാതെ ഗാന്ധി പറയുന്ന കാര്യം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ എളുപ്പമല്ല. അതാണ് പറയാൻ. സ്വാതന്ത്ര്യദിനം, ഒരു സ്വാതന്ത്ര്യദിനം കൂടി നമ്മുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങയുടെ സ്വാതന്ത്ര്യദിന ആശംസ എന്താണ്? സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ വിചാരിക്കേണ്ടത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഇന്ന് എങ്ങനെയെല്ലാമാണ് നമ്മൾ ബന്ധനത്തിൽ മുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഓരോരോ ബന്ധനത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എത്ര കണ്ട് ചെയ്യുമോ അത്രത്തോളം ഇത് വാസ്തവത്തിൽ അർത്ഥമുള്ളതായി തീരും. ജാതിയുടെ ഞങ്ങളിപ്പോൾ ഒരു വലിയ പരിപാടി നടത്തി. ജാതി ഇല്ലാതാകാൽ മാത്രമേ ഈ രാജ്യത്ത് ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശരിയാവൂ.
ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതഭിന്നത ഇപ്പോൾ ലോകം മുഴുവൻ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ ശക്തിവിശേഷം കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിയുടെ കാരണം ജാതി പുറത്തില്ല, പുതിയ ജാതി ഉണ്ടാകുന്നു. പണമുള്ളവൻ്റെ ജാതിയും പണമില്ലാത്തവൻ്റെ ജാതിയും ഇപ്പോഴുമുണ്ട്. ആ ജാതി നിലനിൽക്കുന്നു. ഈ ഭിന്നതകളെല്ലാം അവസാനിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി കുറച്ച് പേരെങ്കിലും ഈ സ്വാതന്ത്ര്യദിനം ആചരിച്ചാൽ അത് അർത്ഥവത്തായി കുറേ കൂടുതൽ ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കിയാൽ ഇന്ത്യക്ക് ഗാന്ധിജി ആഗ്രഹിച്ച ആ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കാനും സാധിക്കും. ഹേ ചിരസാരഥി തവരഥ ചക്രേ മുഖരിത പഥദിനരാത്രി. അതിൻ്റെ അർത്ഥം പറയുന്നത് രാത്രിയും പകലും അങ്ങയുടെ ഒരു തേരോടുകയാണ്. അങ്ങാണ് ഒരു സാരഥി, ലോകത്തിന് മുഴുവൻ സാരഥിയായ അങ്ങ് ഓടിക്കുന്ന ഒരു തേര്. അതിൽ സ്നേഹത്തിൻ്റെ സന്ദേശവും കൊണ്ട് ആ തേരോടിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം രാത്രിയും പകലും ആ തേരോടുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു എന്നാണ്. വളരെയധികം നമസ്കാരം.